അങ്ങാടി തോറ്റതിന് അമ്മയോട്. ഈ പഴഞ്ചൊല്ല് കേൾക്കാത്തവരായിട്ട് നമ്മൾ ആരും തന്നെ ഉണ്ടാവില്ല. നമുക്കിതിനെ ഒരു സൈക്കോളജി ആയിട്ട് കണക്ട് ചെയ്യാം. നമുക്കൊരു മോശം അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ അത് ആരിൽ നിന്നും ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സോ കൊളീഗ്സോ സീനിയർ സ്റ്റാഫ്സോ ടീച്ചേഴ്സോ ഓർ ഈവൻ ഒരു സ്ട്രേഞ്ചറിൽ നിന്നാണെങ്കിൽ പോലും ആ സമയത്ത് നമുക്ക് പ്രതികരിക്കാൻ പറ്റിയ വ്യക്തികളോ സാഹചര്യങ്ങളോ ആവണമെന്നില്ല. പക്ഷെ നമുക്ക് അപ്പോൾ ഉണ്ടായ ആ നെഗറ്റീവ് ഇമോഷനെ നമ്മൾ അതുപോലെ ഒരു ആങ്കറായിട്ടോ ഫ്രസ്ട്രേഷനായിട്ടോ ഹോൾഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് മറ്റൊരിടത്ത് റിലീസ് ചെയ്യും. അത് ചിലപ്പോൾ നമ്മുടെ പാരൻസിൻ്റെ അടുത്തോ പാർട്ട്ണറിൻ്റെ അടുത്തോ ഓർ ഈവൻ നമ്മുടെ വീട്ടിലെ പെറ്റ്സിൻ്റെ അടുത്തോ ആവാം. ഇതൊരു നെഗറ്റീവ് ഡിഫെൻസീവ് മെക്കാനിസം ആണ്. ഇതിനെ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ ഈ ഡിഫെൻസീവ് മെക്കാനിസം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ പ്രവണതയാണ്. സോ അത് ഓവർകം ചെയ്യാൻ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക.